ചില ആളുകൾ ഭയങ്കരമായിട്ട് പറയുന്നത് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് എക്സ്പെൻസസ് വർദ്ധിക്കുന്നതാണ്. അതിന്റെ മറുവശം ആലോചിക്കൂ. ചില ജില്ലക്കാരോ ചില ആളുകളോ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ ബാക്കി കുറച്ച് പേർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടാൻ പാടില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലത്. കേരളം പുനഃക്രമീകരിക്കും എന്ന ഒരു ആശയം പറയട്ടെ, എന്നിട്ട് മാനദണ്ഡങ്ങൾ വെക്കുക. മാനദണ്ഡം ഒന്ന് അടിസ്ഥാനം ജനസംഖ്യ, പിന്നെ അതിൻ്റെ വിഭവശേഷികൾ, അതിൻ്റെ ഭൂപ്രകൃതി, യാത്ര സൗകര്യം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് മാനദണ്ഡം വെക്കുക. ഈ മാനദണ്ഡം വെച്ചിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളും എന്ത് ചെയ്യുക, ഒന്നാണ് അളക്കുക. കേരളത്തിൽ ഇനിയും പുതിയ ജില്ലകൾ ഉണ്ടാകണം എന്നുള്ള ചർച്ചകൾക്ക് പഴക്കമേറെയുണ്ട്. ഇപ്പോൾ ഒരു പുതിയ ജില്ലക്ക് പേര് ഏതാണ്ട് പരാമർശിക്കപ്പെട്ടിരിക്കുകയാണ്. മൂവാറ്റുപുഴ മതിയോ പുതിയ ജില്ലയായിട്ട് എന്നതാണ് ചോദ്യം. അല്ല, അത് ഈ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂൺ മാസത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് UDF ചേർന്നൊരു യോഗത്തിൽ മലപ്പുറം ജില്ല വിഭജിക്കുന്നതിൻ്റെ ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് ഒരു ഓഫീസറെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത വായിച്ച ഓർമ്മ ഉണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്റ്റഡിയും ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ടാകണം. ഇപ്പോൾ തിരൂരിൽ സബ് കളക്ടർ ആയിട്ടുള്ള ഇപ്പോൾ അദ്ദേഹം തന്നെ ആണെന്ന് തോന്നുന്നു, ദിലീപ് എന്ന് പറയുന്ന ദിലീപ് കൈനിക്കര, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തെ ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു വർഗീയ അജണ്ടയൊക്കെ ഉള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു കോട്ടയംകാരനാണ്, എനിക്ക് മലപ്പുറം ജില്ലയായിട്ടൊരു ബന്ധമില്ല, നാളെ ഇവിടുന്ന് പോകും, വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ആയിരിക്കും, പക്ഷെ 1.5 കൊല്ലമായിട്ട് ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു വർക്കിനിടയിൽ ഞാൻ കണ്ട ഔദ്യോഗികമായ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. കാരണം അദ്ദേഹം വെച്ചാൽ 16 നിയമസഭാ മണ്ഡലങ്ങൾ, അത് കാസർഗോട്ടേക്ക് പോയ 5 ഉള്ളൂ, വയനാട്ടിലേക്ക് പോയ 3 ഉള്ളൂ. അപ്പോൾ ഭരണപരമായി ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽക്കുന്നവർക്കുണ്ടാകുന്ന അമിതമായ സമ്മർദ്ദമുണ്ട്. അത് ഭയങ്കരമാണ്. ജനങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഐഡിയൽ, അദ്ദേഹം വെച്ചാൽ ഒരു ഐഡിയൽ ആയിട്ടുള്ളത് മാക്സിമം 7 നിയമസഭയാണ് ഉള്ള ഒരു ജില്ല, അതുപോലെ ഒരു ലോകസഭ ഉള്ള ഏതാണ്ട് അതിൻ്റെ തുല്യം വരുന്നൊരിത്. ഇതൊക്കെ ഐഡിയൽ. ഇവിടെ 2 എണ്ണത്തിനുണ്ട്. വയനാടിൻ്റെ കുറച്ച് ഭാഗം ചേർത്തിട്ട് ഇവിടെ എന്താണ് 2 ലോകസഭാ മണ്ഡലങ്ങളാണ്. അപ്പോൾ അത്രയും വിശാലമായ ഒന്ന്, ജനസംഖ്യ നോക്കിക്കഴിഞ്ഞാലോ 47-48 ലക്ഷം. അത് കേരളത്തിലല്ല, 3 എന്ത് വയനാട് കൂടുമ്പോൾ 3 ആവും. അല്ല, വയനാടിൻ്റെ കുറച്ച് ഭാഗം എന്നുള്ളതിലാണ് അങ്ങനെ വരുന്നത്. മലപ്പുറം, പൊന്നാനിയും, അതെ, പിന്നെ വയനാടിൻ്റെ ഇത് കൂടെ വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വെച്ചാൽ 14% എന്ന് പറയുന്നത് മൊത്തം കേരളത്തിൻ്റെ ജനസംഖ്യയിൽ 14% ഇവിടെ ഉണ്ടെന്നാണ്. വലുപ്പത്തിലോ 3-ാം സ്ഥാനം ഉണ്ട്, ഡെൻസിറ്റിയിൽ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൊരു ജില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല അത് മൂവാറ്റുപുഴ സ്വാഭാവികമായിട്ട് എന്താണ്, അത് അവകാശപ്പെട്ടതും ആവശ്യമുള്ളതുമാണെങ്കിൽ നടക്കട്ടെ എന്നാണ്. ഇതിനെ എന്തിനാണ് പേടിക്കുന്നത്? ചില ആളുകൾ ഭയങ്കരമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫിനാൻഷ്യൽ ഇതിന് ബാധിക്കും, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, എക്സ്പെൻസസ് വർദ്ധിക്കുന്നതാണ്. അതിൻ്റെ മറുവശം ആലോചിച്ച് നോക്കൂ. ചില ജില്ലക്കാരോ അല്ലെങ്കിൽ ചില ആളുകളോ ഇപ്പോൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ കേരളത്തിൻ്റെ മൊത്തം ബജറ്റിൽ നിന്ന് ഓർക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യുക, കിട്ടുന്നൊരു ഷെയർ വെച്ച് അവർ അനുഭവിക്കുന്ന അവകാശങ്ങൾ ബാക്കി കുറച്ച് പേർക്ക് എന്ത് ചെയ്യാൻ പാടില്ല, കിട്ടാൻ പാടില്ല എന്ന് പറയുന്നതിന് തുല്യമല്ലത്. 50 ലക്ഷം ആളുകൾക്ക് എന്താണ് ഇപ്പോൾ ഒരു കലക്ടർ, ബാക്കി 2.5 ലക്ഷം ആളുകൾക്ക് 10 രൂപ കലക്ടർ എന്ന് പറയാം. അത് ശരിയല്ലല്ലോ. അതെ. അപ്പോൾ അത്തരത്തിൽ എന്താണ് ഒരു ചിലവ് വരുന്നുണ്ടെങ്കിൽ ആ ചിലവ് വിഭജിക്കപ്പെടുകയും എല്ലാവർക്കും കിട്ടേണ്ട വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും മറ്റു സമസ്ത മേഖലകളിലും ലഭിക്കേണ്ട സൗകര്യങ്ങൾ ലഭിക്കുക വേണ്ടത്. അപ്പോൾ ആ നിലയ്ക്ക് എന്താണ് ഒരു വിഭജനം നടക്കുന്നത്, ഒരു കുഴപ്പമില്ല. എന്തായാലും വികേന്ദ്രീകരണമാണ് ഇന്ത്യയുടെ പൊതുവായ ഒരു നയമെന്ന് പറയുന്നത്, അല്ലെ ആയിരുന്നു നമ്മുടെ നയമെന്ന് പറയുന്നത്. ആ നയം ത്തിലേക്ക് തിരിച്ചു വരൽ തന്നെയാണ് വേണ്ടത്. അതിനെനിക്ക് കൊണ്ട് UDF-നോ LDF-നോ ആർക്കും പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അത് മുന്നോട്ട് പോകട്ടെ നമുക്ക് പറയാനുള്ളത്. ചർച്ച ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് നടക്കുമോ എന്നുള്ളതാണ്. നടക്കണം. ഇനി നടക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ മൂവാറ്റുപുഴ വിഭജിക്കണതിനെ പറ്റി CM ഒരു പരസ്യമായൊരു വേദിയിൽ പറഞ്ഞപ്പോഴാണ് ഇതിപ്പോൾ ചർച്ച ചെയ്തത്. അല്ലാതെ നേരത്തെ ചർച്ചയാകാത്തൊരു വിഷയമല്ല, അപ്പോൾ പെട്ടെന്ന് ചർച്ചയാകാനുള്ള കാരണം. അപ്പോൾ അദ്ദേഹം അതൊരു ഓപ്പൺ സ്പേസിൽ അത് ചർച്ചയ്ക്ക് വെച്ചു എന്നതിന് നമ്മൾ പ്രത്യേകം അദ്ദേഹത്തെ അഭിനന്ദിക്കണം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ
ഇനി ഇതിനാരാ എതിര്? എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. കേരളത്തിന് ജനസംഖ്യാനുപാതികമായി, ഞാനൊരു മലപ്പുറം വിഭജനം എന്നുള്ള നിലക്ക് മാത്രമല്ല ഞാൻ പറയുന്നത്, കേരളത്തെ മൊത്തം ജനസംഖ്യാനുപാതികമായി വിഭജിക്കുകയാണെങ്കിൽ ഒരു 20 ലക്ഷം വെച്ച് നമുക്ക് ആ നിലക്ക് കാണുക. മൊത്തം ഷഫിൾ ചെയ്യാം. എന്തിനപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു ജില്ലകളിൽ മാത്രം വേണ്ടേ, മൊത്തം ഷഫിൾ ചെയ്യാം. ഏതായാലും വിഭജിക്കല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ശരാശരി 20 ലക്ഷം ആളെ വെച്ചിട്ട് മൊത്തം, അപ്പോൾ ഏകദേശം ഒരു 17-18 ജില്ല ആക്കേണ്ടി വരും. എന്നാൽ ഏകദേശം എന്ത് ചെയ്യുക, അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ എല്ലാ ജില്ലക്കും ഈ ആനുകൂല്യം കിട്ടും. കുറേ ജില്ല ചെറുതാവും, കുറേ ജില്ല വലുതാവും. അപ്പോൾ എല്ലാവരും ഒന്നും ഇങ്ങോട്ട് റെഡി. അപ്പോൾ ഈ വർത്താനം ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയേണ്ട പ്രശ്നം വരില്ല. അപ്പോൾ എനിക്ക് ഇത് വിഭജിക്കണ സമയത്ത് ഇപ്പോൾ എൻ്റെ കമ്മീഷനൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, സെർച്ച് ചെയ്യാൻ തുടങ്ങിയല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ജില്ലകളുടെ പേര് വിടുക. മൂവാറ്റുപുഴ, എറണാകുളം വിഭജിക്കും, പിന്നെ മലപ്പുറം വിഭജിക്കും, തിരുവനന്തപുരം വിഭജിക്കും എന്ന ജില്ലകളുടെ പേര് പറയാതെ എന്ത് ചെയ്യാം, റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, മൊത്തം പുനഃക്രമീകരിക്കും, കേരളം പുനഃക്രമീകരിക്കും എന്ന ഒരു ആശയം പറയട്ടെ. എന്നിട്ട് മാനദണ്ഡങ്ങൾ വെക്കുക. മാനദണ്ഡം ഒന്ന് അടിസ്ഥാനം ജനസംഖ്യ, പിന്നെ അതിൻ്റെ വിഭവശേഷികൾ, അതിൻ്റെ ഭൂപ്രകൃതി, യാത്ര സൗകര്യം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് മാനദണ്ഡം വെക്കുക. ഈ മാനദണ്ഡം വെച്ചിട്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളും എന്ത് ചെയ്യുക, ഒന്നാണ് അളക്കുക. എന്നിട്ട് എവിടെയൊക്കെ ജനസംഖ്യ ക്രമീകരിക്കേണ്ടത് ജനസംഖ്യ ക്രമീകരിക്കുക, എവിടെ ദൂരത്തിൻ്റെ പ്രശ്നം അത് ക്രമീകരിക്കുക. അങ്ങനെ എല്ലാതും ക്രമീകരിച്ച് ഒരു നവകേരളം, ഒരു പുതിയ കേരളം, അങ്ങനത്തെ ഒരു രൂപം വരട്ടെ എല്ലാ സംവിധാനവും. അപ്പോൾ എന്ത് ചെയ്യും, നല്ല, ഞാൻ തമാശ അറിയില്ല. അപ്പം അങ്ങനത്തെ എന്താ അറിയോ, ഇതിപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉരുട്ടി പറയുന്നു വേണ്ട. പിന്നെ മൂവാറ്റുപുഴ ആദ്യം പറയുമ്പോൾ മൂവാറ്റുപുഴ നിന്ന് തുടങ്ങി മെല്ലെ മലപ്പുറത്തേക്ക് എത്തി. അപ്പോൾ എന്താ പറയുക, ആക്ഷേപം ഒഴിവാക്കാന്നുള്ളത് ഞാൻ കുറച്ച് വ്യക്തമായിട്ട് തന്നെ പറയാം. ഇത് ഒരു ധാരണ ഉണ്ട് ആളുകൾക്ക്. മലപ്പുറത്തിനെ വിഭജിക്കണം എന്ന് പറയുമ്പോൾ അതെന്തോ മുസ്ലിങ്ങൾക്കൊരു ആനുകൂല്യം. അവിടെ ജനസംഖ്യ കുറച്ച് മുസ്ലിങ്ങൾ കൂടുതലുണ്ട്, വേറെ ജനങ്ങളില്ല അവിടെ. അതിരുന്നൊരു മുസ്ലിം വിഷയമാക്കുക. ആ രീതി, ആ ഒരു പ്രശ്നത്തെ തന്നെ എന്ത് ചെയ്യണം, അവസാനിപ്പിക്കണം ആദ്യം. അത് അവസാനിപ്പിച്ചിട്ട് വേണം ഈ ചർച്ചയ്ക്ക് കിടക്കാൻ തന്നെ. കേരളത്തിലെ എല്ലാ ജില്ല പോലെ തന്നെയാണ് ഈ ഒരു ജില്ലയും. അപ്പോൾ അത് മൊത്തത്തിൽ എന്ത് ചെയ്യുക, ക്രമീകരിച്ച് കൊണ്ടുവരിക. എന്നിട്ട് മൊത്തം കേരളം ഒന്ന് പുനഃസംഘടിപ്പിക്കുന്ന രൂപത്തിലേക്ക് പോവുക. ആ രീതിയിലേക്ക് തന്നെ എന്ത് ചെയ്യണം, വരണം. അല്ലാതെ ഇനി മലപ്പുറം ജില്ലനെ വിഭജിക്കുകയാണെങ്കിൽ അത് ശരിക്ക് അടുക്കളയിൽ കൂടി ഇങ്ങനെ കൊടുക്കണേ ഒരു സാധനമാക്കാൻ പാടില്ല. അത് സിറ്റ് ഔട്ടിൽ കൂടി രാജകീയമായിട്ട് തന്നെ എന്ത് ചെയ്യണം, വിഭജിക്കണം. അത് ആർക്കെങ്കിലും അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ അവർ പബ്ലിക് ഡൊമൈനിൽ വന്ന് പറയട്ടെ. അത് പറയുന്ന ആളുകൾ ആരാ നോക്കിയിട്ട് അത് കേരളം മൊത്തം ഒറ്റക്കെട്ടായിട്ട് ആ കാഴ്ചപ്പോൾ ആ പറയുന്ന ആൾക്കാരെ അതുകൊണ്ട് ഡീൽ ചെയ്താൽ മതി, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഭരണകൂടം, ഇപ്പോഴത്തെ സർക്കാർ വളരെ ധൈര്യസമേതം ചുവട് വെക്കണം. ഒരിക്കലും കാലതാമസം ഉണ്ടാകരുത്. എനിക്ക് പറയുന്നത് ഷെഡ്യൂൾ പ്രഖ്യാപിക്കണം എന്നാണ് പറയുന്നത്. അതായത് വിഭജിക്കും എന്ന് പറയല്ലാണ്ട് ആ സമിതി വെച്ചിക്കണേ, കമ്മീഷൻ വെച്ചിക്കണേ, കമ്മീഷൻ ഇത്ര ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കണം. അടിയന്തരമായിട്ട് ഇന്ന ഡേറ്റിന്, നമ്മൾ ഇന്ത്യ വിഭജിച്ചപ്പോൾ ഒരു ഡേറ്റ് വെച്ചല്ല ആദ്യം, എന്നിട്ട് കൗണ്ട് ഡൗൺ എന്നാണ് പോരില്ല, അതേ കൗണ്ട് ഡൗൺ വെക്കണം. ഈ ഗവൺമെൻറ് ഇറങ്ങുമ്പോഴേക്കും എന്ത് ചെയ്യണം, ഒരു കൗണ്ട് ഡൗൺ വെച്ചിട്ട് അത് എല്ലാ ബുധനാഴ്ച മുഖ്യമന്ത്രി ബ്രീഫ് ചെയ്യുമല്ലോ. അപ്പോൾ നമ്മുടെ കേരള പുനഃക്രമീകരണത്തിൻ്റെ ബ്രീഫിംഗ് ഇവിടെ എത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്ത് പോകണം. അങ്ങനെ അതിൻ്റെ കൂടെ കേരളക്കാരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി പിന്തുണക്കണം എൻ്റെ അഭിപ്രായം. ഏതായിരുന്നാലും ഇന്നത്തെ ചർച്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ചയും ഇതുപോലെ അടുത്ത ആഴ്ചയിലെ വിഷയങ്ങളുമായി സ്പോട്ട് ലൈറ്റിൽ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.